ഹലോ ഗെയ്സ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ തിരുവോണ ദിവസമായിട്ട് എന്താണ് എല്ലാവരുടെയും പരിപാടിയൊക്കെ? ഓണാഘോഷ പ്രോഗ്രാമൊക്കെ തുടങ്ങിയോ? അതോ എവിടം വരെ എത്തി? ഓണസദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണോ? അങ്ങനെ എന്തായാലും എൻ്റെ കോളേജിലെ ഓണാഘോഷ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. അങ്ങനെ എന്താ പറയുക, സാധാരണയിൽ അല്ല പതിവിൽ കൂടുതൽ സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ. അതിന് കാരണങ്ങൾ ഒരുപാടുണ്ട്, ഒക്കെ വഴിയേ പറയാം. അങ്ങനെ അർബെക്സ് ഏവിയേഷൻ കോളേജിലെ നമ്മുടെ ഇന്നാണ് നമ്മളുടെ എല്ലാ എനിക്കുള്ള ലോജിസ്റ്റിക്സ്, ക്യാബിൻ ക്രൂ തൊട്ട് ഒരുപാട് ഏവിയേഷൻ ഡിഗ്രി സ്റ്റുഡൻസ് ഒരുപാട് നമ്മളുടെ എല്ലാ ബാച്ചിനെയും ഒരുമിച്ച് കാണാൻ പോകുന്നൊരു ദിവസം കൂടിയാണ് കേട്ടോ ഇത്. പൈലറ്റ് സ്റ്റുഡൻസായ നമ്മളുടെ C8 തേർഡ് ബാച്ചാണ്. അപ്പോൾ നമുക്ക് 2 ആഴ്ചയായിട്ടുള്ളൂ ക്ലാസ് തുടങ്ങിയിട്ട്. അതുകൊണ്ടും കൂടി നമ്മളെല്ലാവരെയും ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. ഇത് എൻ്റെ പൊന്നോട്ടി ഒരുങ്ങിയിരിക്കണം എൻ്റെ കോളേജിലെ പ്രോഗ്രാമിന് കഴിഞ്ഞ 3 വർഷമായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ +2 കഴിഞ്ഞതിന് ശേഷം എവിടെയൊക്കെ, ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ഏതൊക്കെ കമ്പനികളിൽ, ഏതൊക്കെ കോളേജിൽ, എവിടെയൊക്കെ ഞാൻ എൻ്റെ ഓണാഘോഷം തൊട്ട് എന്തൊക്കെ പ്രോഗ്രാമിന് ഞാൻ പോയിട്ടുണ്ടോ, ഇതുപോലെ കൂടെ വാലായിട്ട് ട്രോഫിയും കൂടി ഉണ്ടാകും. അതൊരു പ്രത്യേക സന്തോഷം, പ്രത്യേക എന്താ പറയുക, എല്ലാവർക്കും കിട്ടുന്ന ഒരു അനുഗ്രഹമല്ലല്ലോ അല്ലേ. അങ്ങനെ ജമ്പനും തുമ്പനും കൂടി ഒരുങ്ങിയത് എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടോ? അടിപൊളിയായിട്ടുണ്ടോ? ഉണ്ടെങ്കിലുണ്ടെന്ന് പറയണം കേട്ടോ. കുശുമ്പും കുന്നായ്മയും വെച്ച് വേറെന്തെങ്കിലും പറയരുത്. ഞാനിത് ഡബ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കുക്കറിൽ വിസിലടിക്കുന്നുണ്ട്. കുക്കിങ്ങിന് നമ്മ ഒരു മൾട്ടി ടാസ്കറാണെന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലേ? ഇത് നമ്മളുടെ ചേച്ചിമാരോട്ടോ. നമ്മളെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് ഞാനും പൊന്നും കൂടി വന്നപ്പോഴത്തേക്ക് നമ്മളുടെ ചേച്ചിമാർ, നമ്മുടെ ഫ്ലാറ്റിലെ ചേച്ചിമാർ വന്ന് ചേച്ചിമാർ ഭയങ്കര നന്നായി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമായി. ആണോ? ആണോ? വീട്ടിൽ നിന്നാണെങ്കിലേ ഇപ്പൊ നമ്മളിങ്ങനെ ഇറങ്ങിയപ്പം മമ്മിയൊക്കെ ഉണ്ടാവും, ഉമ്മച്ചൊക്കെ ഉണ്ടാവും. അപ്പൊ ഇവിടെ നിന്ന് പിന്നെ അങ്ങനെ ആരും പറയാനൊന്നുമില്ല. അപ്പൊ ഭയങ്കര സന്തോഷമായി, ഭയങ്കര സന്തോഷമായിരുന്നു. ശരി, ഭയങ്കര സന്തോഷമായി. കാരണം ചെറുതിലെ തൊട്ടേ നമ്മൾ സ്കൂളിൽ പോകുമ്പോഴത്തേക്കും യാത്ര അയക്കാനായിട്ട് നമ്മളുടെ വീട്ടിൽ പാരൻസൊക്കെ ഉണ്ടാവില്ലേ. എനിക്കാണെങ്കിൽ നാട്ടിലാണെങ്കിൽ എൻ്റെ ഗ്രാൻഡ് എൻ്റെ ഉമ്മച്ചി ഉണ്ടായിരുന്നു, ഗൾഫിലായപ്പോൾ എൻ്റെ മമ്മി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം, കല്യാണം കഴിഞ്ഞ ശേഷം എൻ്റെ ഹസ്ബൻഡ് മദർ, പുള്ളിക്കാരി യാത്ര അയക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോരുത്തർ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ജോലി കിട്ടിപ്പോയതിന് ശേഷം തൊട്ട് പിന്നെ നമ്മളും മാത്രമായി, എല്ലാം നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ്. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് ആ ചേച്ചിമാർ എൻ്റെ അടുത്തോട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മൾ കോളേജിലെത്തി. പൊന്നു നോക്കിക്കോ, എൻ്റെ ഫ്രണ്ട്സുമായിട്ടൊന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തി കൊടുത്താലോ. കഥ പറച്ചിൽ എന്താണ് പറയണതെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. അവരുമായിട്ടൊക്കെ സിങ്കായി എന്നുള്ളതാണ്. പൊന്നു ഫുൾ എൻജോയ് ചെയ്യുന്നത്. ഇതിപ്പോൾ എൻ്റെ കോളേജിൽ അവൾ വന്നതാണോ, അവളുടെ കൂടെ ഞാൻ വന്നതാണോ എന്നുള്ള സംശയം. അത് അവളുടെ ബോൺലെസ്സിൽ പോയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അതുപോലെ തന്നെ അവളുടെ സ്കൂളിൽ പോയാലും അതേപോലെ തന്നെ കേട്ടോ. നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും ആരുടെ കൂടെ വന്നതെന്നൊന്നും അറിയത്തില്ല, നമ്മളങ്ങ് സിങ്കാവും. ഇതാട്ടോ എൻ്റെ കോളേജ്. ഇവിടെ വന്നതിന് ശേഷമാണ് നെറ്റിച്ചുട്ടി എടുത്ത് വെച്ചത്. ഇതൊക്കെ കയ്യിലുണ്ടായിരുന്നു. വെപ്രാളത്തിൽ ഇറങ്ങി ഓടിയപ്പോൾ നല്ലൊരു വീഡിയോ പോലും എടുക്കാൻ പറ്റിയില്ല. ഇവിടെ വന്നതിന് ശേഷം എൻ്റെ ഫ്രണ്ട്സ് പൊന്നും കൂടി വെച്ച് തന്നതാണ്. എനിക്കത് വേണ്ടാതെ പിന്നെ വിചാരിച്ചതായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. കസിൻ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നെഹലക്കുട്ടി.
ശരിക്കും ഇതിൽ ടീച്ചേഴ്സ് ഉണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്രണ്ട് ഓഫീസിലെ സ്റ്റാഫ്സ് ഉണ്ട്, അത് എല്ലാവരും ഉണ്ട് കേട്ടോ. ഇന്ന കാറ്റഗറി എന്നുള്ള നമ്മുടെ ഓൾ സ്റ്റുഡൻസ് എല്ലാ ബാച്ചിലെയും കുട്ടികൾ ഉണ്ട്. ആര് എവിടെ നിന്ന് എങ്ങനെയാണെന്നൊന്നും ഒരു പിടുത്തമില്ല എന്നുള്ളത്.
അതിഗംഭീര പരിപാടി രാവിലെ ആയിരുന്നു. മാവേലി വന്നതും താലപ്പൊലിയും വിളക്കും തൊട്ട് വിപുലമായ പരിപാടികളായിരുന്നു രാവിലെ ഉണ്ടായിരുന്നത്. നമ്മളുടെ ട്രാഫിക് ബ്ലോക്ക് 1.5 മണിക്കൂർ ഓടിക്കിടന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ പേരും മഴയും, അത് കാരണം നമ്മൾ 1.5 മണിക്കൂർ പോയി അതിലായിരുന്നു ഏറ്റവും ഗംഭീര പ്രോഗ്രാംസ്. ഭയങ്കര മിസ്സിങ് ആയി പോയി. നമ്മളുടെ കോളേജിൻ്റെ പേജുകളിൽ ഇങ്ങനെ ഓരോ പ്രോഗ്രാംസിൻ്റെ രാവിലത്തെ ഓരോ പ്രോഗ്രാംസ് ഇങ്ങനെ കാണുമ്പോഴത്തേക്കും ഭയങ്കര മിസ്സിങ് ആയി പോയി എന്നുള്ളത് മനസ്സിലായി. കോളേജ് മുഴുവൻ ഏളിലാക്കി മറിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയായിരുന്നു. നമ്മളങ്ങനെ അടിപൊളി സദ്യയൊക്കെ കഴിച്ച് എന്നാൽ കുറച്ച് നേരം ഇനി ഇച്ചിരി ഫോട്ടോഷൂട്ട് ആവാമെന്ന് വിചാരിച്ചു. പക്ഷേ 9 മണി തൊട്ട് 7 മണി വരെ 7-8 മണി വരെ ഉണ്ടായിരുന്ന പ്രോഗ്രാംസ് വളരെ കുറഞ്ഞ്, എനിക്കൊരു 10-15 മിനിറ്റ് ഞാൻ എല്ലാം കൂടി ഒന്ന് ഒപ്പിച്ചെടുത്തിട്ടുള്ളൂ. കാരണം അല്ലെങ്കിൽ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. കുറച്ച് നമ്മളുടെ കോളേജിൽ കുറച്ച് സംഭവങ്ങൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ആകെ കിട്ടിയൊരു സമയമാണ് ഇത്. നമുക്കൊന്ന് കുറച്ച് സമയം ആ ഫുഡ് കഴിക്കുന്ന സമയം, ഫുഡ് കഴിച്ചതിന് ശേഷമുള്ള നമ്മുടെ ഫോട്ടോഷൂട്ടാണ്. ഏകദേശം എനിക്കൊന്ന് 10-15 പൂക്കളങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാം എടുക്കാനൊന്നും എല്ലാ ഫ്ലോറിലും കയറി ഇറക്കി എടുക്കാനുള്ള സമയം കിട്ടിയില്ല. ഇത് നമ്മളുടെ മെയിൻ പൂക്കളാണ് ഇതായി കാണുന്നത്. അപ്പോഴത്തേക്കും നമുക്ക് ഗ്രൗണ്ടിൽ ഇനിയിപ്പോൾ വടംവലി, ബാക്കി ഗെയിംസ്, ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യാറായി. അപ്പോഴത്തേക്കും നേരെ മുകളിൽ നമ്മുടെ സെമിനാർ ഹാളിൽ നിന്ന് നേരെ താഴോട്ടെത്തി. എല്ലാ പൂക്കളും നിങ്ങളെ കാണിക്കണമെന്ന് വിചാരിച്ചതായിട്ടോ, പക്ഷേ നടന്നില്ല. മാത്രമല്ല ഒന്ന് നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ ഫ്ലോറിലും ഇങ്ങനെ കയറി ഇറങ്ങി ലിഫ്റ്റെല്ലാം ഫുൾ ബിസിയാണ്, ഓരോരുത്തരും പോയി വരെ ചെയ്യുന്നത് കാരണം. പിന്നെ സ്റ്റെപ്പ് ഇങ്ങനെ ഈ ഡ്രസ്സ് ഇട്ട് കയറി ഇറങ്ങി പോകാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണമാണ്. എന്തായാലും എങ്ങനെയുണ്ട് നമ്മളുടെ കോളേജിലെ പ്രോഗ്രാംസ് ഇതൊന്നും അല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതിലൊരു 100 അംശം പോലും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്ന് വേണമെങ്കിൽ പറയാട്ടോ. ഇതൊന്നും അല്ലായിരുന്നു. എനിക്കിങ്ങനെ എന്താ പറയുക, ഒരു സ്വപ്നലോകത്ത് നിൽക്കുന്ന ഒരു പ്രതീതിയായിരുന്നു ഇപ്രാവശ്യത്തെ എൻ്റെ ഓണം. ദൈവം സഹായിച്ചിട്ട് എല്ലാ ഓണം കൊണ്ട് എൻ്റെ +1 +2 ഒഴിച്ചിട്ട് അതിന് മുൻപും അതിനും ശേഷവുമുള്ള എല്ലാ ഓണവും എനിക്ക് ഏതെങ്കിലും രീതിയിൽ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഇതാണ് നമ്മളുടെ നോളജ് പാർക്ക്, അർബെക്സ് നോളജ് പാർക്ക്, നമ്മളുടെ കോളേജ്. അങ്ങനെ നമ്മളെ വടംവലി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഗെയ്സ്, ആംബുലൻസ് ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു. കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇതിലേറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് പൊന്നൂട്ടി അവിടുത്തെ സ്റ്റാർ ആയിരുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ ദിവസം പൊന്നൂട്ടി തൂക്കി എന്നുള്ളതാണ്. എല്ലാ സ്റ്റുഡൻസിനെയും പോയി പരിചയപ്പെട്ടു, എല്ലാവരുമായിട്ട് കമ്പനിയായി, എല്ലാ ടീച്ചേഴ്സിനെയും പരിചയപ്പെട്ടു, എല്ലാവരുമായിട്ട് ഭയങ്കരമായിട്ട് അവൾ കൂട്ടായി എന്നുള്ളത്. ബാക്കിയുള്ളവര് ഇറങ്ങി सेमीफाइनल्सലേക്ക് CCM2 പ്ലസ് ലോജിസ്റ്റിക്സ്. സദ്യ കഴിച്ചതിൻ്റെ ക്ഷീണം കൊണ്ടാണോ എന്ന് അറിയത്തില്ല, ഭയങ്കരമായിട്ട് ഉറക്കം തൂങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ ഈ സാധനങ്ങളൊക്കെ ഒപ്പിക്കാൻ വേണ്ടി തലേദിവസം ഓടിയതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. അങ്ങനെ നമ്മൾ പോയി നമ്മളുടെ ക്യാൻറ്റീനിൽ നിന്ന് ഒരു കോഫി കുടിച്ചു. അതിനേക്കാട്ടി വലിയ വേറൊരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു ദിവസമാണ് എല്ലാവരുടെയും വായിൽ നിന്ന് മലയാളം വീണത്. അപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാവർക്കും മലയാളം സംസാരിക്കാൻ അറിയാം അല്ലേന്ന്. ക്യാമ്പസിനുള്ളിൽ നമുക്ക് മലയാളം എന്നൊരു ലാംഗ്വേജ് ഇല്ല. കാരണം പല സ്ഥലത്തുനിന്നും തമിഴും പല സ്ഥലത്തുനിന്നും പല സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഉള്ള കുട്ടികൾ ഇതിലുണ്ട് കേട്ടോ. ആവേശകരമായിട്ടുള്ള വടംവലി തന്നെയായിരുന്നു നമ്മുടെ കോളേജിൽ. വടംവലി ലേഡീസ് സെക്ഷനിൽ നമ്മുടെ പൈലറ്റ് സ്റ്റുഡൻസ് തൂക്കി എന്നുള്ളതാണ്. അതിൽ നമുക്ക് കിട്ടിയതാണ് ഈ വാഴക്കുല, നമുക്ക് കിട്ടിയ സമ്മാനമാണ്.
ബോയ്സ് സെക്ഷനിൽ നമ്മളുടെ പൈലറ്റ്സ് ലാസ്റ്റത്തെ റൗണ്ടിൽ അവരുടെ എല്ലാവരുടെയും കാല് പൊട്ടി, ഒരു 3-4 പേരുടെ കാല് പൊട്ടിയത് കാരണം അവർക്കല്ലായിരുന്നു സമ്മാനം കിട്ടിയത്. ജയിച്ചത് എതിർ ടീമായ അവർക്കായിരുന്നു. പക്ഷേ നമ്മൾ സമ്മാനം നമ്മളുടെ പൈലറ്റ് സ്റ്റുഡൻസുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതാണ് കേട്ടോ. ഈ എല്ലാ പ്രോഗ്രാംസും കഴിഞ്ഞ് ഇനി ലാസ്റ്റ് DJ ആണ്. ഇതിൻ്റെ ഇടയിൽ കുറേ ബിസ്ക്കറ്റ് കടി ഉണ്ടായിരുന്നു, കസേരക്കളി ഉണ്ടായിരുന്നു, വേറെ എന്തൊക്കെയോ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഫോണിൽ സ്റ്റോറേജും കുറവാണ്. പിന്നെ മാത്രമല്ല ഇതെല്ലാം കൂടി ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കാനും പറ്റില്ല, ഫോണൊക്കെ എവിടെയോ ആയിരുന്നു. അപ്പോൾ നമ്മൾ DJ സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം പ്രോഗ്രാംസ് ഒക്കെ വൈൻഡ് അപ്പ് ചെയ്തു. രാവിലെ 9 മണിക്ക് തുടങ്ങിയ പ്രോഗ്രാം ഏകദേശം ഒരു 6 മണിയോട് കൂടിയിട്ട് ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. 6-7 മണി ആയപ്പോഴത്തേക്കും പൊന്നൂസ് സ്കേർട്ടിൻ്റെ ഇടയിൽ ഇട്ടോണ്ട് പോയ ബൂട്ട്സ് ആയിരുന്നു. അതൊക്കെ ഓടി ഒരു സൈഡിലോട്ട് കളഞ്ഞിട്ട് അവളും അവരുടെ കൂടെ എൻജോയ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അവളുടെ സ്കൂൾ ഇവിടെയും പോയിട്ട് എനിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെയും വന്നിട്ട് അതിനേക്കാൾ ഫുൾ എനർജറ്റിക് ആയിട്ട് ഇവിടെയും അവൾ പൊളിച്ചു. ഇവിടത്തെയും സ്റ്റാറായി എന്ന് വേണമെങ്കിൽ പറയാം. പ്രോഗ്രാംസിന് ശേഷം പൊന്നുവിന് എൻ്റെ ക്ലാസ് ഒന്ന് കാണിച്ചു കൊടുക്കും. ഞാൻ എവിടെ ആയിരിക്കും ഇരിക്കുക? ഒരു ഇത് വെച്ചിട്ട് എന്നെ മനസ്സിലാക്കിയിട്ടെങ്കിൽ പറയാം ഞാൻ എവിടെ ആയിരിക്കും ഇരിക്കുന്നതെന്ന്. പോയി തൊട്ട് കാണിക്ക്, ഒന്ന് നോക്കി നോക്ക് ഞാൻ എവിടെ ആയിരിക്കുമെന്ന്. കറക്റ്റ് ആണെങ്കിൽ ഒരു ചോക്ലേറ്റ്. എവിടെ ആയിരിക്കും കറക്റ്റ്? എങ്ങനെ മനസ്സിലായി? അല്ല, വേറെ ഒരു ക്ലൂ ഉണ്ടോ? എങ്ങനെ മനസ്സിലായി? അതുകൊണ്ടാണ് അവിടെ ഇരിക്കണമെന്ന് മനസ്സിലായി. ഞാൻ പൊന്നുമോൻ എൻ്റെ ക്ലാസ് ഒക്കെ കാണിച്ചു കൊടുത്തു. എങ്ങനെയുണ്ട് എൻ്റെ ക്ലാസ്? അവിടെ തന്നെ പ്രോഗ്രാംസ് ഒക്കെ എല്ലാം കഴിഞ്ഞതാ. തൊട്ടപ്പുറത്ത് തന്നെ, എനിക്കിതിൻ്റെ പേര് ഏതാണെന്ന് ഓർമ്മയില്ല, അവിടുന്ന് കുറച്ച് ബുക്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, കുറച്ച് പേന വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ കുറച്ച് സ്റ്റേഷനറി സാധനങ്ങളൊക്കെ വാങ്ങി ഇത് നമുക്ക് കിട്ടിയ സമ്മാനം. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ പൊന്നൂട്ടിയുടെയും വക സമ്പൽ സമൃദ്ധമായിട്ടുള്ള സന്തോഷത്തോടു കൂടിയിട്ടുള്ള നന്മകൾ നേർന്നുകൊണ്ടുള്ള ഓണാശംസകൾ. ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാ പേർക്കും നന്മകൾ മാത്രം വരട്ടെ. സന്തോഷത്തോടു കൂടി നിങ്ങളുടെ സ്വന്തം ജിപ്സ ബീഗം. ഓണാശംസകൾ.